ഹലോ ഡിയർ സ്റ്റുഡൻസ്, SSLC റിസൾട്ട് വന്നിട്ടുള്ള എല്ലാവരും തന്നെ +1 അഡ്മിഷന് വേണ്ടിയിട്ട് ഏകജാലക പ്രവേശനമാണ് നടക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ പലർക്കും തന്നെ എന്താണ് ഏകജാലക പ്രവേശനം എന്നുള്ള കാര്യം അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ 16 വർഷങ്ങളായിട്ട് കേരളത്തിൽ +1 അഡ്മിഷന് വേണ്ടിയിട്ട് സിംഗിൾ വിൻഡോ സിസ്റ്റമാണ് നടപ്പിലാക്കി വരുന്നത്. സിംഗിൾ വിൻഡോ സിസ്റ്റം അല്ലെങ്കിൽ ഏകജാലക പ്രവേശനം എന്ന് പറയുന്നത് +1 അഡ്മിഷൻ ഏറ്റവും സുതാര്യവും ലളിതവുമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് സിസ്റ്റമാണ്. നമ്മൾ LKG മുതൽ 10ാം ക്ലാസ് വരെ നമുക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ പോയിട്ട് അവിടുന്ന് അഡ്മിഷൻ എടുക്കുന്ന ഒരു രീതിയാണുള്ളത്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള സ്കൂൾ ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളൊരു സ്കൂൾ ഏതാണോ അവിടെ നിങ്ങൾ പോയിട്ട് അവിടുന്ന് അഡ്മിഷൻ എടുക്കും. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുള്ളത്. പക്ഷേ +1 അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നത്. അതായത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള സ്കൂളുകളും കോഴ്സുകളും നമ്മൾ ഓപ്ഷനായിട്ട് കൊടുക്കും. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ഇഷ്ടമുള്ള സ്കൂളും എടുക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സും ഒന്നാമത്തെ ഓപ്ഷനായിട്ടും അതിനുശേഷം താല്പര്യം കുറഞ്ഞ സ്കൂളുകളും കോഴ്സുകളും അടുത്ത ഓപ്ഷനുകളായിട്ടും നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഓരോ അലോട്ട്മെൻറ്റുകളായിട്ട് നമ്മൾ കൊടുത്ത ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാനായിട്ട് പറ്റും. മെയിനായിട്ടും 3 അലോട്ട്മെൻറ്റുകളാണുള്ളത്. അതിനുശേഷം ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും ഉണ്ടാവും. നമ്മൾക്ക് ലഭിക്കുന്ന മാർക്കിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അഡ്മിഷൻ നമുക്ക് ലഭിക്കുന്നത്. ഈ വരുന്ന 16ാം തീയതി മുതലാണ് +1 ഏകജാലക അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിക്കുന്നത്. 16ാം തീയതി മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ബാക്കിയുള്ള ഓരോ ഡീറ്റെയിൽസും ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇത് ബേസിക്കായിട്ട് നിങ്ങൾക്ക് എന്താണ് സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള അക്ഷയ സെൻറ്റർ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർനെറ്റ് കഫേ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കമ്പ്യൂട്ടർ വഴിയൊക്കെ ഈ ഒരു +1 അഡ്മിഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു അക്ഷയ സെൻറ്ററിലോ അല്ലെങ്കിൽ നല്ലൊരു കഫേയിലൊക്കെ പോയി ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. കാരണം അവർ കുറേ വർഷമായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനെ പറ്റിയിട്ട് നല്ല ധാരണയുണ്ടാവും. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം അറിയുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.